എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നിഗൂഢമായ കഥാപാത്രങ്ങൾ ഒന്നിലേക്ക് ഒരു വിശകലന വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. മണിച്ചിത്രത്താഴിലെ ഗംഗ. മണിച്ചിത്രത്താഴ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ കാണുവാൻ പോകുന്നവർ ഈ വീഡിയോ മറക്കാതെ കാണുക. ഇതൊരു പുതിയ അനുഭവം നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗംഗ ശരിക്കും ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പേഷ്യന്റ് ആണോ, അതോ അതിലും ഉപരിയായ പറയാതെ പറഞ്ഞ ഒരുപാട് സൂക്ഷ്മവശങ്ങളുള്ള ഒരു കഥാപാത്രമാണോ? ഡോക്ടർ സണ്ണി നകുലിനോട് പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണോ? ഒരുപാട് ഭാഷകൾ റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഈ സിനിമയെ ക്ലാസിക് ആക്കുന്നത് ഈ ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നതും അതാണ്. നാഗവല്ലി ഒരു ആഘാതത്തിൽ നിന്നും ജനിച്ച ഒരു പ്രത്യേക വ്യക്തിത്വമല്ല, മറിച്ച് ഗംഗയുടെ ലൈംഗിക നൈരാശ്യവും മഹാദേവനോടുള്ള അവളുടെ മറിഞ്ഞിരിക്കുന്ന അഭിനിവേശവും കൊണ്ട് രൂപപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അതെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് ശരിയാണോ എന്നല്ലേ ചിന്തിച്ചത്? അതെ, അത് റീകോഡ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സിനിമയുടെ ഇതിവൃത്തം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി തുടങ്ങിയ മനോരോഗത്തെ പറ്റി പറയുന്നു. അതായത് ഒരു വ്യക്തിയിൽ തന്നെ മറ്റൊരു വ്യക്തി പിറക്കുന്നു. എങ്ങനെ അറിയാതെ നാഗവല്ലിയായി മാറുന്നതാണ് കഥയുടെ സാരം. എന്നാൽ ഇത് സംവിധായകൻ ബോധപൂർവം മറച്ചുവെച്ച ഒരു ഭാഗികമായ സത്യമാണെന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഗംഗയ്ക്ക് നാഗവല്ലിയെ അറിയാം, അവൾ എന്ത് ചെയ്യുന്നു എന്നും ഗംഗയ്ക്ക് അറിയാം. അതിൽ ഗംഗയ്ക്കും പങ്കുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഈ ആകർഷകമായ വ്യാഖ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഗംഗയുടെ മനസ്സിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താം. നാഗവല്ലി യഥാർത്ഥത്തിൽ ഒരു വേറിട്ട വ്യക്തിയാണോ, അതോ അവൾ ഗംഗയുടെ അഗാധമായ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണോ? ഈ യാത്ര ഗംഗ അവളുടെ കിടപ്പുമുറിയിൽ നിന്നും ആരംഭിക്കുന്നു. മാടമ്പള്ളിയിൽ എത്തുന്ന ഗംഗ അവിടെ രാത്രി തന്റെ കട്ടിൽ ഇരിക്കുന്നു. നകുലൻ ജോലി ചെയ്യുന്നത് കാണിക്കുന്നു. ഗംഗ അവളുടെ മാനസികാവസ്ഥയിൽ ഉടൻ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമായ മഹാദേവൻ എഴുതിയ ഒരു പുസ്തകം വായിക്കുന്നു, കാവൂട്ടി. കിടക്കെ താൻ ഉറങ്ങാൻ പോവുകയാണെന്ന് അവൾ തന്റെ ഭർത്താവായ നകുലിനോട് അറിയിക്കുന്നു. എന്നിരുന്നാലും നകുലൻ അവന്റെ ജോലിയിൽ മുഴുകി അവളോട് ഉറങ്ങിക്കോളാൻ പറയുന്നു. ഒരു പ്രത്യേക മുഖഭാവത്തിൽ ഗംഗ ആ പുസ്തകം തന്റെ അരികിൽ നകുലൻ കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ഉറങ്ങുന്നു. ആ വാക്കുകളിൽ ഒരു നിരാശ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗംഗ നകുലൻ എന്ന ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത് നേടുവാൻ കഴിയുന്നില്ല. എന്നാൽ പകരം തന്നെ ഒരുപാട് ആകർഷിച്ച ഒരു പുസ്തകം ഒപ്പമുണ്ട് അരികിൽ. വരുവാനില്ല എന്ന പുസ്തകത്തിലെ കൃതി തന്റെ ലൈഫുമായി റിലേറ്റ് ചെയ്യുന്ന ഗംഗയുടെ ആ ദാമ്പത്യത്തിൽ ഉള്ള ഉലച്ചിലുകളെയും ഒറ്റപ്പെടലുകളെയും റിലേറ്റ് ചെയ്യുന്നു. ആർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ ഗാനത്തിൽ വ്യക്തമാണ്. പുസ്തകം അവളുടെ കട്ടിലിനരികിൽ വെച്ചിരിക്കുന്നത് കേവലം ഒരു യാദൃശ്ചികമായ പ്രവൃത്തിയല്ല. അത് ഗംഗയ്ക്ക് ആ നോവൽ അല്ലെങ്കിൽ പുസ്തകം എഴുതിയ മഹാദേവനോടുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പത്തെ പ്രതീകപ്പെടുത്തുന്നു. ഒരുപക്ഷെ അബോധാവസ്ഥയിൽ അവളുടെ ദാമ്പത്യത്തിൽ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് അവന്റെ വാക്കുകൾ കണ്ടെത്തുന്നു. ആ ഹ്രസ്വമായ ഇടപെടൽ സാധാരണമാണെന്ന് തോന്നുമെങ്കിലും ഗംഗയുടെ വൈകാരിക അവസ്ഥയെക്കുറിച്ച് ഇത് വളരെയധികം വെളിപ്പെടുത്തുന്നു. അവൾ പുസ്തകം തന്റെ അരികയിൽ വെക്കുന്നു. ഇത് സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒരു പ്രതീകമാണ്. കഥ പുരോഗമിക്കുമ്പോൾ മഹാദേവൻ സമീപത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് ഗംഗ മനസ്സിലാക്കുന്നു. അവളുടെ പ്രതികരണം അടുത്ത വീട്ടിൽ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ താമസിക്കുന്നതിലുമുപരി ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാണാൻ സാധിക്കുക. സൂക്ഷ്മമായും എന്നാൽ പ്രധാനപ്പെട്ടതുമായ മറ്റൊരു നിമിഷത്തിൽ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ഒരു മുറി കണ്ടെത്താൻ ഗംഗ അല്ലിയോട് ആവശ്യപ്പെടുന്നു. ഇതൊരു ലളിതമായ അഭ്യർത്ഥനയായി തോന്നുമെങ്കിലും അർത്ഥം നിറഞ്ഞതാണ്. അവൾ യഥാർത്ഥത്തിൽ മഹാദേവന്റെ വീടിന് അഭിമുഖമായി ഒരു മുറിയാണ് ആവശ്യപ്പെടുന്നത്. നാഗവല്ലിയെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ചിന്തകൾ മഹാദേവനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഒരു സീനിൽ മഹാദേവൻ എഴുതിയ കാവൂട്ടി എന്ന കൃതി അല്ലിയുടെ സ്വന്തം മഹാദേവൻ എന്ന് എഴുതുന്നുണ്ട്. അത് മഹാദേവൻ അല്ലിയുടെ ആണ് എന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അത് തുടക്കത്തിൽ തന്നെ ഗംഗ മഹാദേവനോട് ഉടലെടുത്ത സ്വയം അംഗീകരിക്കാൻ പറ്റാത്ത പ്രണയത്തെ സൂചിപ്പിക്കുന്നു. ഇതിനുശേഷമുള്ള സീനിൽ ആണ് KPC ലളിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ നിന്നും നാഗവല്ലിയെ പറ്റി അറിയുന്നു. ഇതിനർത്ഥം നാഗവല്ലിക്ക് രാമനാഥനോടുള്ള പ്രണയമല്ല പിന്നീട് കഥാസാരമായി മാറുന്നത്. പകരം ഗംഗയ്ക്ക് മഹാദേവനോടുള്ള പ്രണയമാണ് നാഗവല്ലിയും രാമനാഥനുമായി രൂപപ്പെടുന്നത്. ഒപ്പം ഇപ്പോൾ ഈ പ്രണയത്തിന് തടസ്സമാകുന്ന നകുലനെ കാരണവരായി രൂപപ്പെടുത്തുന്നതും അതേ കാരണം തന്നെ. സിനിമയുടെ ക്ലൈമാക്സിൽ ഡോക്ടർ സണ്ണി നകുലനോട് പറയുന്നത് എല്ലാം സത്യമല്ല, നാഗവല്ലി ആകുന്നത് ഗംഗ അറിയുന്നില്ല എന്നത് ഭാഗികമായ സത്യമാണ്. എന്തുകൊണ്ട് സണ്ണി ഇങ്ങനെ പറഞ്ഞു?
എന്ന് പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇവിടെ ഗംഗയ്ക്ക് താൻ നാഗവല്ലിയായി മാറുന്നതും അവളുടെ പ്രവർത്തനങ്ങൾ അറിയാം എന്ന് ആണ് ഹിഡൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇത് വളരെ സമർത്ഥമായി തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഗംഗ ഉപയോഗിക്കുന്നു. അടുക്കളയിലെ ഈ രംഗം ഏറ്റവും കൂടുതൽ പ്രൂവ് ചെയ്യുന്നതും അതാണ്. ഇവിടെ ഗംഗ പെട്ടെന്ന് കുടത്തിലേക്ക് കല്ലെറിയുന്നു. ഞെട്ടിപ്പിക്കുന്നതും യുക്തിരഹിതവുമായ ഒരു പ്രവൃത്തി നാഗവല്ലിയുടെ ഐഡന്റിറ്റി ഏറ്റെടുത്തുവെന്ന് അനുമാനിക്കാം. പക്ഷെ നമുക്ക് നോക്കാം. നകുലൻ ഉള്ളപ്പോൾ ഗംഗയുടെ പെരുമാറ്റം അവളുടെ പ്രവർത്തികളെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരാളെ പോലെ അല്ല. വാസ്തവത്തിൽ അവൾ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് പൂർണ്ണമായും അറിയാം. അത് ചെയ്ത ഗംഗയാണ്, നാഗവല്ലിയല്ല. ആ അവബോധം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ വെല്ലുവിളിക്കുന്നു. ഈ ഡിസോർഡറിൽ രണ്ട് പേഴ്സണാലിറ്റികൾക്കും സാധാരണയായി പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുണ്ടാകില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് ഗംഗയ്ക്ക് നാഗവല്ലിയെ എന്ന പേഴ്സണാലിറ്റിയെ അറിയാം എന്നത് തന്നെയാണ്. ഇത് കോയിൻസിഡൻസസ് അഥവാ സഹബോധം എന്ന സൈക്കോളജിക്കൽ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ സഹബോധം അർത്ഥമാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്, പ്രത്യേകിച്ച് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പശ്ചാത്തലത്തിൽ. അഥവാ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലെ സഹബോധം എന്നത് ഒരു വ്യക്തിക്കുള്ളിൽ രണ്ട് അതിലധികമോ ഐഡന്റിറ്റികളെ പറ്റി പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ, സഹബോധം എന്നത് ഗംഗയും നാഗവല്ലിയും അവളിൽ മാറി മാറി വരുന്ന വ്യത്യസ്ത ഐഡന്റിറ്റികൾ മാത്രമല്ല, ഗംഗയ്ക്കും നാഗവല്ലിക്കും പരസ്പരം അറിയാം. ഈ രണ്ട് ഐഡന്റിറ്റികളും പരസ്പരം അറിഞ്ഞ് സഹവസിക്കുന്ന ഒരു ശരീരമാണ് ഗംഗയുടേത്. ഇത് ഗംഗയുടെ മാനസികാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ രണ്ട് ഐഡന്റിറ്റികളും പരസ്പരം ഇന്റേണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. അവർ പൂർണ്ണമായും അവളുടെ അവസ്ഥയുടെ ഇരയല്ല, മറിച്ച് അതിൽ സജീവ പങ്കാളിയാണ്. ഗംഗയുടെ പ്രവർത്തനങ്ങൾ ഒരു ബദൽ വ്യക്തിത്വത്തിന്റെ ക്രമരഹിതമായ പൊട്ടിത്തെറികളല്ല, അവ കണക്ക് കൂട്ടിയ ഭാവങ്ങളാണ്. അവളുടെ നിരാശകളും ആഗ്രഹങ്ങളും നാഗവല്ലിയുടെ മറവിൽ അവൾ നിറവേറ്റുന്നു. ഇവിടെ കുടം പൊട്ടിക്കുകയും പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുകയും ചെയ്യുന്നത് നാഗവല്ലിയാണെന്ന് പറയുന്നത് ലോജിക്കല്ല. നാഗവല്ലി ഒരു വ്യക്തി എന്ന നിലയിൽ അവളുടെ പ്രതികാരത്തെ അപകടപ്പെടുത്തുന്ന ഒരു പ്രേതാന്തരീക്ഷം സൃഷ്ടിച്ച് തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ എന്തിന് ചെയ്യണം? പക്ഷേ ആ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഗംഗയുടെ ആവശ്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഗംഗ നാഗവല്ലിയെ തന്റെ സ്വത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നാണ്. ഇത് സഹബോധത്തിന്റെ ആ സൈക്കോളജിക്കൽ ഇഷ്യൂവിന്റെ കാര്യം കൂടുതൽ ശക്തമാക്കുന്നു. പലപ്പോഴും ശ്രീദേവിയിൽ കുറ്റം ആരോപിക്കാൻ ഈ അവബോധം പ്രവർത്തിക്കുന്നതും കാണാം. ഇനി ഞാൻ മുന്നേ പറഞ്ഞ സണ്ണിയുടെ നുണ എന്തിനു വേണ്ടി ആയിരുന്നു എന്നതിലേക്ക് വരാം. സിനിമയുടെ ആഖ്യാനത്തിൽ ഡോക്ടർ സണ്ണിയുടെ പങ്ക് നിർണായകമാണ്. ഗംഗയുടെ ഈ അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ വളരെയധികമാണ്. ഗംഗയുടെ ഈ സാഹചര്യം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ ലളിതമായ കേസിനേക്കാൾ സങ്കീർണമാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും അറിയാം. ഗംഗയ്ക്ക് നാഗവല്ലിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയില്ല എന്ന് സണ്ണി നകുലിനോട് പറയുമ്പോൾ സണ്ണി കള്ളം പറയുകയാണ്. അയാൾക്കതറിയാം. ഈ നുണ പ്രശ്നം ലഘൂകരിക്കാൻ മാത്രമല്ല, നകുലിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്ന യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുന്നത് തടയാനാണ്. സണ്ണിയുടെ ഈ നുണ അവരുടെ ബന്ധത്തിന്റെ സ്ഥിരത കാത്തുസൂക്ഷിക്കാനുള്ള ഒരു കണക്കുകൂട്ടൽ നീക്കമാണ്. സത്യം നകുലിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. തന്റെ ഭാര്യ മറ്റൊരാളെ ആഗ്രഹിക്കുന്നു എന്ന് എങ്ങനെ നകുലൻ ഉൾക്കൊള്ളാൻ കഴിയും? സണ്ണി നകുലിനെ ഒഴിവാക്കി മഹാദേവനെ മാത്രം മാറ്റി നിർത്തി പറയുന്ന കാര്യങ്ങൾ ഇത് ഉറപ്പുവരുത്തുന്നു. സണ്ണി മഹാദേവനുമായി ഗംഗയുടെ വ്യാജ ബലാത്സംഗ ശ്രമം ചർച്ച ചെയ്യുമ്പോൾ ഈ കൃത്രിമത്വം കൂടുതൽ അടിവരയിടുന്നു. ഗംഗ അല്ലിയുടെയും മഹാദേവന്റെയും വിവാഹം തടസ്സപ്പെടുത്താനാണ് അത് ചെയ്തത്. അവളുടെ കുതന്ത്രവും അവളുടെ അവബോധത്തിന്റെ ആഴവും അത് വെളിപ്പെടുത്തുന്നു. സഹബോധം ഇല്ലാതെ ഈ നടപടി സാധ്യമാകില്ല. സിനിമയിൽ ഉടനീളം ഗംഗയ്ക്ക് വ്യക്തമായ ഓർമ്മക്കുറവുകളില്ല. നാഗവല്ലി നിയന്ത്രണത്തിൽ ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഗംഗ അറിയാൻ ശ്രമിക്കുന്ന സീനോ കൺഫ്യൂഷൻസോ കാണുന്നില്ല. സാധാരണ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ളവർ ഒരു ഐഡന്റിറ്റിയിൽ നിന്നും മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് പോകുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ആ സ്കിപ്പ് ചെയ്ത ടൈമിനെ പറ്റിയുള്ള ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാകുന്നതാണ്. അത്ര എളുപ്പമല്ല ഈ ട്രാൻസ്ഫോർമേഷൻ. എന്നാൽ ഇങ്ങനെ ഒരു സീനിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ അവസ്ഥയെപ്പറ്റി ഗംഗയ്ക്ക് അറിയാത്ത ഒരു നറേഷനാണ് കാണിക്കുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് സഹബോധമാണ്.
അതായത് ഗംഗയ്ക്ക് നാഗവല്ലിയെ അറിയാം. അതുകൊണ്ടാണ് ആ പരിവർത്തനം അത്ര സ്മൂത്ത് ആകുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ നാടകീയമായ ഒരു നിമിഷത്തിൽ ഗംഗ നകുലിന്റെ മുന്നിൽ നാഗവല്ലിയിലേക്ക് മാറുന്നു. തുടർന്ന് സംഭവിച്ചതിൽ ആശയക്കുഴപ്പം ഗംഗ പ്രകടമാക്കുന്നു. താൻ എന്താണ് പറഞ്ഞത് എന്ന് ഗംഗ ചോദിക്കുന്നു. ഈ ആശയക്കുഴപ്പം എന്നാൽ ഒരു ബോധപൂർവമായ ഒരു നുണയാണ്. അത് അവളുടെ ട്രാക്കുകൾ മറയ്ക്കാനും അവളുടെ പ്രവർത്തനങ്ങളുടെ ഗൗരവം കുറയ്ക്കാനുമുള്ള ഒരു മാർഗമാണ്. കാരണം ഈ തിരിച്ചറിവ് മുന്നേ ഉണ്ടായിട്ടില്ല എന്നത് കാപട്യമാണ്. എന്നെ വെറുക്കരുത് എന്ന് ഗംഗ അവസാനം പറയുന്നത് അത് അടിവരയിടുന്നു. അവളുടെ ആഴത്തിലുള്ള കുറ്റബോധവും നാഗവല്ലി വ്യക്തിത്വത്തിലൂടെ അവൾ ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു എന്ന ബോധവുമാണ് അത് പറയിപ്പിക്കുന്നത്. സത്യത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാനായ ഡോക്ടർ സണ്ണി ഗംഗയെ മോചിപ്പിക്കാനുള്ള അവസാന നാടകം സംഘടിപ്പിക്കുന്നു. അവളുടെ സ്നേഹനിധിയായ ഭാര്യയെ പുനഃസ്ഥാപിക്കാനും അവളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളിൽ നിന്നും അവളെ സംരക്ഷിപ്പിക്കാനും ആണ് സണ്ണി അത് ചെയ്യുന്നത്. ഗംഗയെ സുഖപ്പെടുത്തുക മാത്രമല്ല സണ്ണിയുടെ സമീപനം. അവളുടെ ജീവിതവും നകുലനുമായുള്ള ബന്ധവും കാത്തുസൂക്ഷിക്കുന്നതിൽ പൂർണ്ണമായ സത്യം വെളിപ്പെടുത്തുന്നത് ഒരു തടസ്സമാകും എന്ന് സണ്ണിക്കറിയാം. ക്ലൈമാക്സിൽ സണ്ണിയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഗംഗയുടെ ഉള്ളിലെ അസ്വസ്ഥതകൾ സംവിധായകൻ അവതരിപ്പിക്കുന്ന സൂക്ഷ്മത തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. അക്കാലത്ത് മറ്റൊരാളെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ കാമമോ ഉള്ള ഒരു നായികയെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല. ഈ ആഴത്തിലുള്ളതും പലപ്പോഴും മറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ സിനിമയിൽ സമർത്ഥമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സംവിധായകൻ. അത് അക്കാലത്തെ നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സമൂഹത്തെ മുൻകണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. എന്തായാലും ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിയുന്ന ഒരു സിനിമയാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന സിനിമ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ